സങ്കീർത്തനം 73. വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാവുന്ന നിശ്ചയം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിൽ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹരിച്ച ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അച്ഛനതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസൂറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായിട്ട് നീ അവരെ ഒഴിവെടുത്ത് നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ നിരീക്ഷകളാൽ അവശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനൊന്നും അറിയാത്തവരുമായിരുന്നു, എന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മൗനത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. എന്റെ ദൈവം എന്നേക്ക് എന്റെ ഹൃദയത്തിന്റെ അറിയും എന്റെ ഓഹരിയുമാകുന്നു. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരിശ്രമം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, എന്റെ സകല പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവേ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. യേശുവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിൽ കൂടി വന്നിരിക്കുന്ന ജനത്തെ കർത്താവ് ഓർക്കുമാറാകണം. കർത്താവിനെ സംബന്ധിക്കുന്ന എല്ലാവരെയും എന്റെ കർത്താവ് കാണുമാറാകണമേ. എല്ലാവർക്കും വേണ്ട വിടുതൽ കർത്താവെ സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ മോഹത്തോട് പോരാകട്ടെ. താഴ്ന്ന കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗത്തിൽ നൽകി തരുമാറാകണം. യേശുവിന്റെ നാമത്തിന് അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവ്. നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ടു കടന്നുപോയി. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം കർത്താവ്
സാരമായൊരു വ്യത്യാസം ഈ പ്രകൃതിക്ക് വരുത്തിയില്ല. കർത്താവ് വന്നില്ല, നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചു. ഇതൊക്കെയും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഓർക്കാനുള്ള കാര്യങ്ങളാണ്. അനേകർക്ക് ലഭിക്കാത്ത ഒരു കാര്യമാണ്. അനേകർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നില്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ളവർക്ക് തന്നെ ആരാധിപ്പാനുള്ള സാഹചര്യമില്ല. രോഗബാധിതരാലും ഒട്ടനവധി കാരണങ്ങളാൽ ഇന്ന് ഈ ദിവസം ഒരു പൂർണ്ണ ബോധ മണ്ഡലത്തിൽ സ്വീകരിപ്പാൻ സാധിക്കാത്ത അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ദൈവം നമുക്കൊരു പ്രാവശ്യവും കൂടി ദൈവത്തെ ആരാധിക്കാനുള്ള അവസരവും അനുഗ്രഹവും തന്ന് ഇവിടെ നമ്മെ കൂട്ടുവരുത്തിയിരിക്കുകയാണ്. നമുക്ക് ഉള്ള ഉത്തരവാദിത്വമാണ് ആരാധിക്കുക എന്നുള്ളത്. ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ആരാധന ആർക്കുള്ളതാണ്? റോമാലേഖനം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ഇസ്രായേലിയർ, ആരാധന അവർക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആരാധനയാണ് ഇസ്രായേലിന്റെ ആരാധന. കാരണം സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്. ഇസ്രായേലിന്റെ സ്തുതിയുമായി വസിക്കുന്നവനാണ് ദൈവം. അപ്പൊ അവരുടെ ആരാധന എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആരാധനയിലും സ്തുതിയിലും സ്തോത്രത്തിലും ഒക്കെ ഇസ്രായേലിന് ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നുള്ളത് പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല. ഇസ്രായേലിന്റെ ആരാധനയുടെ പ്രത്യേകത അല്ലെങ്കിൽ സ്തുതിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാവുന്നു നിശ്ചയം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിർമ്മല ഹൃദയമുള്ളവനാണ്. ബാക്കിയുള്ളവർക്കൊക്കെയും ഈ നിർമ്മലത ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നിർമ്മലത ഇല്ലാതെ വരാനുള്ള കാരണം എന്താണ്? കർത്താവിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ആകയാൽ വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. മനുഷ്യന്റെ ഒരു മനുഷ്യൻ പാത്രം എന്ന് പറയുന്നത് അവന്റെ ഹൃദയമാണ്. ആ പാത്രത്തെ ജീവിതത്തിൽ നേടിയെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ എന്ന് പറയുന്നത്. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടട്ടെ. അപ്പൊ താന്താന്റെ പാത്രം എന്ന് പറയുന്നത് തങ്ങളുടെ കൈവശമല്ല. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. മനുഷ്യന് പുറമേ നിന്ന് വയറ്റിലേക്ക് ചെല്ലുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ വയറ്റിൽ ദോഷം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷം അവന് ഭൗതികമായിട്ട് വന്നു വന്നിരിക്കാം. ആത്മീയമായിട്ട് അവനെ അതുകൊണ്ട് മലിനപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ മലിനപ്പെടുന്നത് എങ്ങനെയെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കുന്നു? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്. അതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. വായിലേക്ക് പോകുന്നതല്ല, പിന്നെയോ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഏറ്റവും നല്ല സന്തോഷത്തോടെ ഏറ്റവും വിശുദ്ധനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരൊറ്റ ചിന്ത മതി. ആ ചിന്തയോടുകൂടി സകല പണിത് വെച്ചിട്ടുള്ളത് മുഴുവൻ അതോടുകൂടി തീരും. കാരണം ആ ദുശ്ചിന്ത അങ്ങോട്ട് വ്യാപരിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്ന പോലെ തന്നെ സ്വപ്നാവസ്ഥയിലാവുന്ന ഒരവസ്ഥയാണ്. അതോടുകൂടി ജഡാംഗം മലിനമാവുകയാണ്. ജഡം മലിനമായി കഴിഞ്ഞാൽ ആരോടെങ്കിലും എതിര് പറയാനും വഴക്കുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ വ്യക്തിക്ക് ഒരു മടിയുണ്ടാകും. ഉത്ഭവം അവിടുന്ന് ഇവനെന്താ എന്നീ കാണുന്നവരെല്ലാം കുറ്റം പറയുന്നത് എന്താ?
ഈ എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ ചിലടത്ത് മുഴുവൻ കലക്കമുണ്ടാക്കുന്നത്? അവൻ മലിനനാണ്. അവൻ മലിനനായത് കൊണ്ടാണോ ഈ വഴക്കുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ മലിനമായി? അവൻ സ്വപ്നാവസ്ഥയിലായി മലിനമായതാണ്. എങ്ങനെ? ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യര് ജീവിക്കുന്ന ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കഴിഞ്ഞുപോയ അവരുടെ കാലഘട്ടങ്ങളെ ഓർത്ത് സന്തോഷിച്ചും ദുഃഖിച്ചും അവർ ജീവിക്കും. ഇല്ല എങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ നന്മ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിന്റെ വശങ്ങൾ അതോർത്ത് അവൻ ജീവിക്കും. വർത്തമാനകാലത്ത് ജീവിക്കുന്നത് എത്ര പേരുണ്ട്? ഇനിയിപ്പോ എനിക്ക് തന്നെ കുഴപ്പം. ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുക, ആരാധനയാ, പ്രാർത്ഥനയാ, നമുക്ക് തന്നെ കുഴപ്പം. ഇന്ന് കർത്താവ് നമുക്ക് ഇത്രയും ചെയ്തു തന്നതിൽ നമ്മൾ പൂർണ്ണ തൃപ്തരാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വപ്നാവസ്ഥയിലല്ല, അല്ലാത്ത ഒക്കെ സ്വപ്നാവസ്ഥയിൽ. അതുകൊണ്ടാണ് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. യാതൊരു ചിന്താകുലവും ഉണ്ടാകാൻ പാടില്ല. അവന്റെ മേൽ വെച്ചുകൊള്ളണം. വിചാരപ്പെടുന്നതിന് ഒരു മുഴ നിങ്ങൾക്ക് കൂട്ടുവാൻ നിങ്ങളോട് കൂട്ടുവാൻ ആർക്കും കഴിയും? ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ആകുലം, ചിന്താകുലം, വിചാരം, സ്വപ്നാവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും മനുഷ്യനെ മലിനപ്പെടുത്തുന്നതാണ്. അത് വീണ്ടും കലക്കത്തിലേക്ക് പോകും, പ്രശ്നങ്ങളിലേക്ക് പോകും, മറ്റുള്ളവരെ കുറ്റം പറയും. എന്നാൽ വീണ്ടും വരുന്നത് ഇതെവിടെ നിന്ന് വരുന്നു? ഈ പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അവൻ മലിനപ്പെട്ടുകൊണ്ടാണ്. ഈ മാലിന്യം എവിടെ നിന്ന് വരുന്നു? സ്വപ്നാവസ്ഥ ഉണ്ടാകും. സ്വപ്നാവസ്ഥ എവിടെ നിന്ന് വരുന്നു? അവിടെയാണ് നമ്മൾ യൂദായുടെ ലേഖനത്തിൽ പഠിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന് വിരോധമായ ഒരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഈ വ്യാപരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തോട് പാപം ചെയ്ത ദൂതന്മാരുടെ വ്യാപാരമാണ്. ഈ വ്യാപാരമാണ് മനുഷ്യരെ ഏത് തരത്തിലും സ്വാധീനിക്കാനായി നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോ ഒരാൾ വന്നിരിക്കുമ്പോ നോക്കുമ്പോ അവനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാവോ നോക്കി നാളെ നല്ലൊരു ധനവാനായി ജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവന് ചിന്ത കൊണ്ടുവന്നു. അവൻ അത്ര താല്പര്യമില്ല. ഇനി നാളെ എന്നോട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അവരോട് പ്രതികാരം ചെയ്യുന്നതിനായിട്ട് ചെയ്യാൻ നോക്കി. അതിനും താല്പര്യമില്ല. ഇങ്ങനെ ദൈവത്തിന്റെ പൈതലിനെ ഏതെല്ലാം തരത്തിൽ തൻ്റേതാക്കിയെടുക്കാൻ അവനിങ്ങനെ നോക്കുകയാണോ? അവൻ വേണ്ടത് ഇതൊന്നു മാത്രമാണ്. അനന്യാസിനോടും സഫീരയോടും ചോദിച്ചതുപോലെ, അനന്യാസേ, സഫീരയെ, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? നിങ്ങളുടെ ഹൃദയം ആര് കൊണ്ടുപോയി? സാത്താൻ കൊണ്ടുപോയി. കാരണം ഒരൊറ്റ ചിന്ത വന്നതാ. എന്താ? ഈ വിറ്റത് മുഴുവനും അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം? കുറച്ച് മാറ്റി വയ്ക്കാം. അത് മുഴുവൻ കൊണ്ടുപോയി കൊടുക്കണം. കൊടുക്കാം. കുറച്ച് കൊണ്ടുപോയി കൊടുക്കാം. കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ഇത് ശത്രു കൊണ്ടുവന്നതാണ്. ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ദൈവം തനിക്ക് എതിരാളി അത് ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. അത് അവന്റെ ആ പ്രവർത്തനം മനുഷ്യരിൽ കണ്ടാൽ ദൈവം സഹിക്കില്ല. അപ്പൊ തന്നെ അതിന് ന്യായവിധി വരുക. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ അവർക്ക് ചിലർക്ക് ദൈവം ദൂരം ക്ഷമിച്ചു, ചിലരോട് വചനത്തിൽ കാണുന്നത്
ഈ ശത്രുവിന്റെ പ്രവർത്തനം വെളിപ്പെട്ട് കാണുന്ന വാക്കുകളും പ്രവർത്തികളും വന്നാൽ പിന്നെ ബാക്കി ഇരിക്കില്ല. ദൈവത്തോട് നീതിമാനായവനെ കൊന്ന് അവന്റെ ഭാര്യയെ എടുത്ത് അവന്റെ സ്വത്ത് അവന്റെ എല്ലാ കാര്യങ്ങളും അവനെ ഇല്ലാതെയാക്കി. എന്നിട്ടും ജീവിക്കുന്ന ദാവീദിനെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഒരുവൻ ദൈവത്തിന് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനാ, ധൂപകലശം കൊണ്ട് ദൈവത്തിന് മുമ്പാകെ ധൂപം കാണിക്കാനായിട്ട് കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടി. അന്യർക്കല്ല, അന്യ ദൈവങ്ങൾക്കല്ല. 1-2 രൂപയല്ല ചെലവ്. പൊന്നുകൊണ്ടുള്ള ധൂപകലശം ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമയത്ത് എത്ര ലക്ഷം രൂപ ചെലവുണ്ട്? എത്ര ലക്ഷം രൂപ ഒരു പൊന്നുകൊണ്ടുള്ള ധൂപകലശം. അത് ഏകദേശം 2-2.5 അടി നീളവും അതിന്റെ തൂക്കം എത്ര വരും? 3-4 കിലോ വരും. അത്രയും സ്വർണത്തിന് എത്ര കോടി രൂപ വരും? അങ്ങനത്തെ 250 ധൂപകലശമുണ്ട്. ഇത്രയും ധൂപകലശം ഉണ്ടാക്കി വെറുതെ ഉണ്ടാവുമോ? വെറുതെ ഉണ്ടാവും? കുടുംബം വിറ്റതായിരിക്കും ചിലപ്പോ. അത്രയും കൊണ്ടുവന്ന് ധൂപകലശം ഉണ്ടാക്കി ധൂപം കാട്ടാനായിട്ട് വന്നു. മോശ പറഞ്ഞു അവരുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ മാറിക്കൊള്ളാൻ പറഞ്ഞില്ല. ദൈവത്തിന്റെ കോപം അവിടെ ഇറങ്ങി വന്നു, നശിപ്പിച്ചു കളഞ്ഞു. ധൂപം കാട്ടിയവരെയും അതിനുവേണ്ടി ഒരുങ്ങി വന്നവരെയും മുഴുവനും, ആ മത്സരിച്ചവരെ മുഴുവനും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. കാരണം എന്ത്? മനുഷ്യന്റെ തെറ്റ്, മനുഷ്യന്റെ ബലഹീനത അത് ദൈവത്തിന് മനസ്സിലാകും. എന്നാൽ ദുഷ്ടന്റെ പിശാചിന്റെ കൂട്ടു നിന്നുകൊണ്ട് അവന് പക്ഷം നിന്ന് അവന്റെ കയ്യിൽ തന്റെ ഹൃദയം കൊണ്ടൊക്കെ വിടുന്നതിന് ശേഷം പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം അംഗീകരിക്കില്ല. അതൊരിക്കലും അതിന് ശിക്ഷയില്ലാതെ വരികയുമില്ല. അവിടെയാണ് പ്രധാന വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നിർമ്മല ഹൃദയം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം കിടക്കുന്നതാണ്. ശത്രുവിന്റെ കയ്യിൽ പോയതിനു ശേഷം പിന്നെ ആ ഹൃദയം നിർമ്മലമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അത് നിർമ്മലമായിട്ടാണോ ചീത്തയായിട്ടാണോ ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ശത്രുവാണ്. അതാണ് പലപ്പോഴും നമുക്ക് ദൈവം ഹൃദയത്തെ നോക്കുന്നവനാണ്, ഹൃദയത്തോട് സംസാരിക്കുന്നവനാണ്. പലപ്പോഴും നമുക്ക് ഇന്ന് കർത്താവ് സംസാരിച്ചില്ലല്ലോ, കർത്താവ് എനിക്ക് ഒരു ആലോചന തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ അബദ്ധം പറ്റി. ശത്രു നമ്മിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ കവർന്നെടുക്കുന്ന അവസ്ഥ വന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. ഞാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും 3-4 ഫോൺ കോൾ ഉണ്ടായിരുന്നു. വിളിച്ചതാ. വിളിച്ചവൻ എന്നെ കിട്ടിയില്ല. കാരണം ഫോൺ എന്റെ കൈവശമല്ല, അത് മറ്റൊരാളുടെ കൈവശമാണ്, അല്ലെങ്കിൽ മറന്നു വെച്ചിരിക്കുക. ഇതുപോലെ ശത്രു കൈവശമാക്കിയ ഹൃദയത്തോട് ദൈവം സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ആരുടെ കയ്യിലാണോ ശത്രു, ആരുടെ കയ്യിലാണോ എന്റെ ഹൃദയം, അവൻ കേൾക്കും, ഞാൻ കേൾക്കില്ല. ഞാൻ കേൾക്കണമെങ്കിൽ എന്റെ ഹൃദയം വേറൊരാളുടെ കയ്യിൽ. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ കടപ്പെട്ടിരിക്കരുത്. സ്നേഹത്തിലല്ലാതെ നിങ്ങൾ കടപ്പെട്ടു പോകരുത്, അടിമപ്പെട്ടു പോകരുത്. നിങ്ങൾ ഹൃദയം ശത്രു കൈവശമാക്കി കളയരുത്. വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും എന്റെ ഭാവി എന്തായി തീരും ദൈവമേ എന്നൊരൊറ്റ ചിന്ത, എന്റെ കുടുംബം എന്തായി തീരും ദൈവമേ, ഒരൊറ്റ ചിന്ത അങ്ങോട്ട് ഭാരത്തിൽ വന്നാൽ മതി. ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പോകാനായിട്ട്. ഉത്തരം കണ്ടെത്തിയില്ല എങ്കിൽ, അതിന് ഉത്തരം കണ്ടെത്തിയില്ല എങ്കിൽ ആ ഹൃദയം കൊണ്ട് പോകാനായിട്ട് ശത്രു ഒരുങ്ങി വന്നിരിക്കുക. അപ്പൊ തന്നെ അതിന് ഉത്തരം കണ്ടെത്തിക്കോളും. ഞാനിങ്ങനെ ഒരു ദിവസം നശിച്ചു പോവുകയുള്ളൂ. കർത്താവ് എന്നെ കൈവിട്ട് കളഞ്ഞോ?
ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി ദൈവത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കൊള്ളണം. മറുപടി ഇല്ല എങ്കിൽ ശത്രു ആ ഹൃദയം കൊണ്ട് പോയി ഈ പറഞ്ഞതുപോലെ സകല മാലിന്യങ്ങളും ചെയ്ത് ന്യായവിധിക്ക് അർഹരാക്കി തീർക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ ഒരുങ്ങി നടക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് ഇന്നിവിടെ വലിയൊരു സംഘട്ടനത്തിലാണ്. ഏതില് 73 സങ്കീർത്തനക്കാരൻ ശത്രു അടുത്ത് വന്നിട്ടുണ്ട്. ശത്രുവിന് എന്ത് വേണം? 73 സങ്കീർത്തനക്കാരന്റെ ഹൃദയം വേണം. അയാൾ കൊടുക്കില്ല, സങ്കീർത്തനക്കാരൻ കൊടുക്കില്ല. കാരണം സങ്കീർത്തനക്കാരൻ തന്റെ ഹൃദയം ശത്രുവിന് കൊടുക്കില്ല. കാരണം പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടോ, അവന്റെ ജീവിതകാലത്ത് ദൈവമേ നിന്ന് വിളിച്ചിട്ടില്ല. നീ നോക്ക്, ജീവിതകാലത്ത് ദൈവമേ നിന്ന് വിളിച്ചിട്ടില്ല. അവൻ ഏത് വണ്ടിയിലാണ് നടക്കണമെന്നറിയോ? അവന്റെ മക്കളൊക്കെ ഏത് നിലയിലാണെന്ന് നമുക്കറിയോ? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തയില് ശരിയാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സാധനം എടുത്തിട്ട് പോവുക. കയ്യില് അവനെ ഹൃദയം എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാ. അവിടെ സംഗീതക്കാരൻ സമ്മതിച്ചില്ല. എന്തെല്ലാം പറഞ്ഞാലും ദൈവം ഇസ്രായേലിന് നമ്മളെ ഹൃദയങ്ങളൊക്കെ തന്നെ നല്ലവനാണ്. അപ്പൊ ഇസ്രായേലിന് നമ്മളെ ഹൃദയങ്ങളൊക്കെ നല്ലവനാകുന്നു നിശ്ചയമാണ്, മാറ്റമില്ല. ആ ഒരു നിശ്ചയത്തിന്റെ പുറത്ത് കാരണം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ശത്രുവിന് ഹൃദയത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പലതും അനുഭവിക്കും, പല കാര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മതി, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. മുട്ടി നോക്കി ഒരാള് നിൽക്കുമായിരുന്നു. ഇതല്ലേ നേരത്തെ പറഞ്ഞേ, നേരായിട്ട് പറയുന്നതല്ലേ. എടുത്തോണ്ട് പോയി. ഹൃദയം ശത്രുവിന്റെ കൈവശമായി. ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കും. ശത്രു തീരുമാനിക്കും. എന്നാൽ ഇവിടെ സങ്കീർത്തക്കാരൻ വിട്ടുകൊടുത്തില്ല. ദുഷ്ടന്മാർക്ക് സൗഖ്യം ഉണ്ടായിരിക്കും, ശരിയായിക്കോട്ടെ. പക്ഷേ ദൈവം നമ്മളെ ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാണ്. പക്ഷെ എന്നിട്ടും വീണ്ടും ചിന്ത കൊണ്ടുവരുക. എന്താണ് ചിന്ത? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരിയുടെ അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ജീവിതത്തെ ഓരോന്നോരോന്നായിട്ട് ശത്രു കാണിച്ചും ഉപദ്രവിച്ചും ഒരു നിവൃത്തിയില്ല. കാരണം ഒരു തരത്തിലും ഹൃദയം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഓരോരോ ചിന്തകൾ കൊണ്ടുവരികയാണ്. ഒടുവിൽ സങ്കീർത്തനക്കാരൻ തീരുമാനിക്കുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ഇത് എന്താണ് ഇതിന്റെ വിഷയം എന്നുള്ളത് അറിയണമല്ലോ. എന്നിട്ട് വേണമല്ലോ തീരുമാനത്തിലെത്താൻ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുത്തു, നിശ്ചയമായിട്ടും നീ അവരെ ഒഴിവെടുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഏത് സമയത്തും അവർ വീഴാം. ആ വീഴ്ചയിൽ ദുഷ്ടൻ തന്റെ വീഴ്ചയിൽ ഇല്ലാതെ പോകും, തകർന്നു പോകും. നീതിമാനോ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഈ കാര്യം അങ്ങ് കണ്ടതോടുകൂടി സംശയം ഹൃദയം കൊണ്ട് പോകാൻ വന്നവൻ ലജ്ജിച്ച് തതാഴ്ത്തി അവന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് മുൻപാകെ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനം എപ്പോഴും ഓർത്തുകൊള്ളണം, ഈ പാത്രത്തെ ഒന്ന് കൊണ്ടുപോകാൻ. കർത്താവ് നമുക്ക് വീണ്ടെടുത്തുന്ന ഈ പാത്രത്തെ അവൻ്റെതാക്കി ഒന്ന് കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിലൊന്ന് നശിപ്പിക്കാൻ ചെയ്യുന്ന പ്രവർത്തികൾ എത്ര വലുതാണ്. വചനം പറയുന്നത് വിട്ടുകൊടുക്കരുത്. അവന്റെ കയ്യിൽ സ്വാധീനപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ
ഒന്നോ രണ്ടോ കാര്യങ്ങളില്ല, മർക്കോസിന്റെ സുവിശേഷം വായിക്കണം, എഴുതിയിരിക്കുന്നത്. ദുഷ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, സകല ദോഷങ്ങളും ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നിറയ്ക്കാനായിട്ട് അവൻ അതിനു വേണ്ടിയിട്ടാ ഈ ചോദിക്കുന്നത്, വന്ന് നിൽക്കുന്ന ഈ പാത്രം. അതിനു വേണ്ടിയിട്ടാ. നിരാശപ്പെടുമ്പോഴും ഉത്തരം മുട്ടുമ്പോഴും എന്തു ചെയ്യും എന്നുള്ള ചിന്തയിലും വിവിധമായിട്ടുള്ള വഴികളിൽ കൂടി കടന്ന് ഈ പാത്രത്തെ എടുക്കാനായിട്ട് നാളുകളായിട്ട് പോരാടുന്ന പോരാട്ടം എത്രയോ പേരുടെ ഹൃദയം അവൻ കൈവശമാക്കി കഴിഞ്ഞു. എത്രയോ പേര്. ഇനിയിപ്പോ നേരിട്ട് അവൻ കൈവശമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഏലി പുരോഹിതന്റെ ഹൃദയം കൈവശമാക്കാൻ സാത്താന് സാധിക്കില്ല. പക്ഷെ മക്കളെ കൊണ്ട് സാധിപ്പിച്ചു. ഏലി പുരോഹിതന്റെ ഹൃദയം ഇരിക്കുന്നു, ഇപ്പൊ മക്കളില്ല. എന്നാൽ ദൈവഭക്തൻ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അയ്യോ പറഞ്ഞതുപോലെ ഇനി അവൻ തന്നെ ആകട്ടെ, എന്നെ കൊല്ലട്ടെ, പക്ഷെ ഞാൻ അവനായിട്ട് കാത്തിരിക്കും. എന്റെ ഹൃദയം കിട്ടുമെന്ന് വിചാരിച്ച് നീ നിൽക്കണ്ട കർത്താവേ. എന്റെ ഹൃദയം കിട്ടുമെന്ന് വിചാരിച്ച് നീ ഇവിടുന്ന് ചിന്തിക്കണ്ട. ലജ്ജിച്ചു. അവനവന്റെ വഴിക്ക് പോയി. അവന്റെ പാത്രം അവന്റെ കയ്യിലിരുന്നു. അവിടെ കയറി കളിക്കാൻ സമ്മതിച്ചില്ല. സമയമായപ്പോൾ ദൈവം പ്രവർത്തിച്ചു. എന്നാൽ നെബൂഖദ്നേസർ രാജാവിനോട് കർത്താവ് നേരത്തെ പറഞ്ഞതാണ്, നിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു, ശത്രു നോക്കി നടക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു. പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. വട്ടുപ്പാവിലിരിക്കുമ്പോൾ തന്നെ വാഗോണ്ട് പറഞ്ഞു, ഞാൻ എന്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹതിയാം ബാബേലല്ലയോ. കൈവശമാക്കി പോയി. ഇത് എവിടെ നിന്ന് വന്നു ഈ വാക്ക്? ചില വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരുന്നു? ഈ സഹോദരൻ എത്ര ദൈവഭയമുള്ളവനായിരുന്നു, ഈ സഹോദരൻ എത്ര പ്രത്യാശയുള്ളവനായിരുന്നു. ഇന്ന് ആ സഹോദരൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഇതൊരു ഭയങ്കര കാര്യമായി പോയിട്ടോ. അവൻ പറഞ്ഞതല്ല, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയം നിറച്ചതാരാ? ശത്രുവിന്റെ കൈവശം ഹൃദയം പോയി അവൻ നിറച്ചു വെച്ചതിൽ നിന്ന് പുറത്തെത്താ. എന്നാൽ തന്നെ തന്നെ സൂക്ഷിച്ച് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് വചനത്തിലുള്ളതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കലും കൈവിട്ട് കളയാതെ തന്നെത്താൻ സൂക്ഷിച്ച് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ശത്രു ലജ്ജിച്ച് പിന്തിരിയേ ഉള്ളൂ. അവന്റെ ഹൃദയത്തിൽ ഇതൊന്നും സാധിക്കില്ല. എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടിച്ചവനും ഇത്രയും നാൾ നടത്തിയവനും വേണ്ടിയെടുത്തവനും ദൈവത്തിന്റെ സഭയിൽ കൊണ്ടുവന്ന് ഇത്രത്തോളം രാജകീയമായിട്ട് നടത്തിയവനും ഇനിയും നടത്താൻ യോഗ്യനാണ്, ശക്തനാണ്, മതിയായവനാണ്. ഉത്തരമുള്ള ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് തിരിക്കണം. നേരം വെളുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിന്തകൾ, കുഞ്ഞുങ്ങള് ചിന്താശേഷി ആരംഭിക്കുന്ന സമയം മുതൽ ഓർത്തുകൊള്ളണം. എന്താണ് ഞാൻ എന്തായി തീരും ദൈവം? ഭാവി എന്തായി തീരും? ജീവിതം എന്തായി തീരും? ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന വഴി ഏതാണ് ദൈവമേ? അനവധി ചോദ്യങ്ങൾ വരും. വ്യക്തമായ ഉത്തരം വചനപ്രകാരം കൊടുത്ത് അതിനെ കെടുത്തിക്കളഞ്ഞില്ല എങ്കിൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ദോഷം ശത്രു കണ്ടുപിടിച്ച് ഹൃദയത്തെ കവർന്നുകൊണ്ട് പോകാൻ അവസരം നോക്കിയിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വചനം പറയുകയാണ്,
സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയാണ്. എന്തെല്ലാം ദുഷ്ടന്മാരെ സൗഖ്യം കാണിച്ചു, ലോകത്തിൽ അനീതി ചെയ്യുന്നവരുടെ സമ്പന്നത കാണിച്ചു, എല്ലാം കാണിച്ച് എന്റെ ഹൃദയത്തെ കൊണ്ടുപോകാൻ വന്നവൻ ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോയി. കാരണം എന്റെ ഹൃദയം ഇരിക്കുന്നത് എവിടെയാണ്? എന്റെ ഹൃദയം ഇരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേൽ. എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും എന്നാണ് വചനം. അതിൽ മാറ്റമില്ല. അതിൽ വിവിധ ചിന്തകൾ കൊണ്ടുവന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും, എവിടെ പോകും, ഇങ്ങനെയുള്ള നാനാവിധ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് ചിന്തകളെ കലക്കി ഹൃദയത്തെ കൈവശമാക്കി അതിനെ മലിനമാക്കി ദൈവത്തിന് വിരോധിയാക്കി തീർക്കുവാൻ ശത്രു ഒരു വലിയൊരു പദ്ധതി ഇട്ടിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. അനന്യാസേ, സഫീരയെ, സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? കൈവശമാക്കരുത്, കൈവശമാക്കരുത്. കർത്താവ് വിശുദ്ധീകരിച്ച് വീണ്ടെടുത്തു തന്ന ഈ പാത്രം ഇനിയും ശത്രുവിന്റെ കയ്യിൽ പോയാൽ അവൻ ചെയ്യുന്നത് എന്തെന്നോർത്തു കൊള്ളണം. നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായി പോയാൽ ആ ഇരുട്ട് എത്ര വലുത്. പോയിപ്പോകരുത്, പോയിപ്പോകരുത്. നാം അംശമായിട്ട് അറിയുന്നു, അംശമായിട്ട് ചിന്തിക്കുന്നു. നമുക്ക് വേണ്ടത് തരുവാൻ, നമുക്ക് വേണ്ടത് ചെയ്യുവാൻ, നമ്മെ ലക്ഷ്യത്തിലെത്തിപ്പാൻ കഴിവുള്ള ഒരു കരം തന്നെയാണ് കർത്താവിൻ്റെതെന്ന് ഇന്ന് നമുക്ക് ഉറയ്ക്കാം. ശത്രു ലജ്ജിച്ച് പിന്തിരിയട്ടെ, ദുഷ്ടൻ ലജ്ജിച്ച് പിന്തിരിയട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ലോകത്ത് നടക്കുന്ന സമ്പന്നത കാണുമ്പോൾ ആ ദേശത്തുള്ളവര് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നു പിടിക്കുന്നവരാ. അവർക്ക് ആളോഹരി ഉള്ള സ്വത്ത് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവരം വന്നു. ഒരു ദേശത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അവരെ ഇല്ല, ആ ദേശത്ത് ഒരാളുടെ ആളോഹരി, അവരുടെ ജീവിത നിലവാരം അത്ര ഭയങ്കരമാണ്. അതൊക്കെ ഉണ്ടാവുമല്ലോ. കർത്താവിനോട് പറഞ്ഞതല്ലേ, ഈ ലോകത്തിലെ മഹിമകൾ മുഴുവൻ കാണിച്ചതിന് ശേഷം ഇത് മുഴുവൻ എങ്കൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. അതൊക്കെ നടക്കും, കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, അതിന്റെ വഴിക്ക് നടന്നോളും. പക്ഷേ സകലത്തിന്റെ ഉടയവൻ അവൻ എനിക്ക് നല്ലവനായിരുന്നാൽ അതിനപ്പുറം എനിക്കെന്ത് സമ്പാദ്യം? അത് മാത്രം മതി, അത് മാത്രം മതി. അവന്റെ ഹൃദയം ആരും കൊണ്ടുപോകില്ല. അവരുടെ ഹൃദയം അവങ്കൽ ഭദ്രമായിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്ന വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. നിശ്ചയം ഓരോ ദിവസവും ഓരോ സമയവും മനുഷ്യന്റെ യഥാർത്ഥ ഭക്തന്റെ ഒറ്റ ലക്ഷ്യം ഇതെന്ന് മാത്രം, ദൈവമേ ശുദ്ധീകരണം, ഇതിന്റെ ഹൃദയ ശുദ്ധീകരണം. ഇതിനെ മലിനമാക്കി തൻ്റെതാക്കാൻ ശത്രു ശ്രമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതെയാക്കി തന്നെത്താൻ സൂക്ഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ച പാത്രങ്ങളായി എന്നേക്ക് നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാണ്. ഞങ്ങൾ അഹങ്കാരികളെ സൗഖ്യം കണ്ടിട്ട് കലങ്ങി പോകുന്നവരായിട്ടല്ല, ദുഷ്ടന്മാരെ സൗഖ്യം കണ്ടിട്ട് ഞങ്ങൾ അസൂയപ്പെടുന്നവരായിട്ടല്ല. അതിലെയോ എന്തെല്ലാം സംഭവിച്ചാലും ദൈവം ഇസ്രായേലിലെ നല്ലവൻ തന്നെ. ആ നന്മ ഈ ലോകത്തിൽ മാത്രം തീരുന്നതല്ല, അതിലെയോ നിത്യതയിൽ വരെ നിലനിൽക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, യേശു എന്നടിസ്ഥാനം